ബറക്കയിൽ 7 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. മഴയ്ക്കൊടുതി ഒമാനിൽ മരണം 6ആയി. 30-ലധികം പേരെ രക്ഷപ്പെടുത്തി. വാദികളിൽ മനഃപൂർവ്വം പ്രവേശിക്കുന്നതും അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കുന്നതും ഇൻഷുറൻസ് നഷ്ടപരിഹാരം നഷ്ടപ്പെടാൻ ഇടയാകുമെന്ന് ഫിനാൻഷ്യൽ സർവീസസ് അതോറിറ്റി. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ബർക്ക വിലായത്തിലെ തെക്കൻ സംഹാൻ പ്രദേശത്തെ ജലസംഭരണിയിൽ 7 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. എമർജൻസി ഓപ്പറേഷൻ സെന്ററിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി മാതാപിതാക്കൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും വാദികൾക്കും ജലസംഭരണ മേഖലകൾക്കും സമീപത്ത് കുട്ടികളെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഒമാനിലെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയും പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കവും മൂലം 6 പേർ മരണപ്പെട്ടു. 30-ലധികം പേരെ രക്ഷപ്പെടുത്തി. താഴ്ന്ന മർദ്ദ സംവിധാനത്തെ തുടർന്നുണ്ടായ ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയും ശക്തമായ കാറ്റും മസ്കത്ത് ഉൾപ്പെടെ നിരവധി ഗവർണറേറ്റുകളിൽ വ്യാപക നാശനഷ്ടങ്ങൾക്ക് കാരണമായി. വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താൻ അടിയന്തര സംഘങ്ങൾ വ്യാപകമായ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. നിരവധി പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു. പ്രളയജലത്തിൽ നിറഞ്ഞൊഴുകുന്ന വാദികളും താഴ്ന്ന പ്രദേശങ്ങളിലുള്ള റോഡുകളും കടക്കരുതെന്ന് ദേശീയ മൾട്ടി ഹസാർഡ് ഏർലി വാർണിംഗ് സെന്റർ വീണ്ടും മുന്നറിയിപ്പ് നൽകി. വേഗത്തിൽ ഒഴുകുന്ന വെള്ളത്തിന്റെ ശക്തി കണക്ക് കൂട്ടാതെ ഡ്രൈവർമാർ മുന്നോട്ട് പോകുന്നതാണ് മരണങ്ങൾക്ക് പ്രധാന കാരണമെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. തിങ്കളാഴ്ച മസ്കത്ത് ഗവർണറേറ്റിൽ ശക്തമായ മഴ ലഭിച്ചു. മഴയെ തുടർന്ന് വിവിധ പ്രദേശങ്ങളിലായി വാദികളും ചെറുനദികളും നിറഞ്ഞൊഴുകിയതായി റിപ്പോർട്ട് ചെയ്തു. മഴ തുടരുന്ന സാഹചര്യത്തിൽ വെള്ളച്ചാലുകൾ, മലിനജല സംവിധാനങ്ങൾ, വൈദ്യുതി സൗകര്യങ്ങൾ എന്നിവയ്ക്ക് സമീപം അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ അടിയന്തര മാനേജ്മെന്റ് കമ്മിറ്റി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കടലിൽ പോകുന്നതും സമുദ്ര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും ഒഴിവാക്കണമെന്നും സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ദേശീയ അടിയന്തര മാനേജ്മെന്റ് കമ്മിറ്റിയുടെ കീഴിലുള്ള റിലീഫ് ആൻഡ് ഷെൽട്ടർ വിഭാഗം സുൽത്താനേറ്റ് മുഴുവൻ 161 ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ സജീവമാക്കിയതായി അറിയിച്ചു. ഇതിൽ 53 കേന്ദ്രങ്ങൾ അടിയന്തര സാഹചര്യങ്ങളിൽ ആളുകളെ സ്വീകരിക്കാൻ പൂർണ്ണ സജ്ജമാണ്. ദാഖിലയിലെ ആദം വിലായത്തിലെ അൽ ഗൈത്രാന ബേസിക് എഡ്യൂക്കേഷൻ സ്കൂളിലെ ഒരു കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്നും ഇവിടെ 13 കുടുംബങ്ങളിലെ 106 പേർ കഴിയുന്നതായും അറിയിച്ചു. വാദികളിൽ മനഃപൂർവ്വം പ്രവേശിക്കുന്നതും അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കുന്നതും അപകടമുണ്ടായാൽ ഇൻഷുറൻസ് നഷ്ടപരിഹാരം നഷ്ടപ്പെടാൻ ഇടയാക്കുമെന്ന് ഫിനാൻഷ്യൽ സർവീസസ് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. സമഗ്ര പരിരക്ഷയും തേർഡ് പാർട്ടി പരിരക്ഷയും ഉൾപ്പെടുന്ന ഏകീകൃത വാഹന ഇൻഷുറൻസ് പോളിസിയിൽ പ്രകൃതി ദുരന്തങ്ങളാൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് പരിരക്ഷ നൽകുന്നതായി അതോറിറ്റി വ്യക്തമാക്കി. എന്നാൽ ജീവനും വാഹനങ്ങളും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ മുൻകരുതലുകൾ പോളിസി ഉടമ സ്വീകരിക്കേണ്ടതുണ്ടെന്നും വാദികൾ കടക്കുന്നത് പോലുള്ള അപകടകരമായ പ്രവൃത്തികൾ ഒഴിവാക്കണം എന്നും അതോറിറ്റി നിർദ്ദേശിക്കുന്നു. വാദികൾ മനഃപൂർവ്വം കടക്കുന്നതും നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നതും അപകടം സംഭവിച്ചാൽ നഷ്ടപരിഹാരം നഷ്ടപ്പെടാൻ കാരണമാകും. അതേസമയം വാഹന ഉടമയുടെ ഉദ്ദേശപൂർവമായ പ്രവർത്തനത്തെ തുടർന്ന് വാദികളിൽ വാഹനങ്ങൾ മുങ്ങിയാൽ അല്ലെങ്കിൽ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാതെ വാഹനം വാദിയിൽ പാർക്ക് ചെയ്താൽ ഇൻഷുറൻസ് കമ്പനികൾ നഷ്ടപരിഹാരം നൽകില്ലെന്നും അതോറിറ്റി വ്യക്തമാക്കി. വാദികൾ സംബന്ധിച്ച മുന്നറിയിപ്പ് ലംഘിക്കുന്നത് നിയമ നടപടിക്ക് കാരണമാകും. ഒമാൻ ട്രാഫിക് നിയമത്തിലെ വകുപ്പ് 49(8) പ്രകാരം സ്വജീവിതത്തിനും യാത്രക്കാരുടെയും മറ്റു ആളുകളുടെയും ജീവനും അപകടമുണ്ടാക്കുന്ന രീതിയിൽ ഡ്രൈവർ വാദികളിൽ മനഃപൂർവ്വം കടക്കുകയാണെങ്കിൽ പരമാവധി 3 മാസം വരെ തടവും 500 ഒമാൻ റിയാൽ വരെ പിഴയും അല്ലെങ്കിൽ ഇവയിൽ ഏതെങ്കിലും ഒരു ശിക്ഷയും ലഭിക്കും. ഒമാനിൽ ദോഫർ, അൽവുസ്ത എന്നീ ഗവർണറേറ്റുകളിൽ ഒഴികെ മറ്റെല്ലാ ഗവർണറേറ്റുകളിലും സർക്കാർ, സ്വകാര്യ സ്കൂളുകൾ, സർവകലാശാലകൾ, കോളേജുകൾ എന്നിവ വ്യാഴാഴ്ച വരെ അടച്ചിടും. സുൽത്താനേറ്റിൽ മഴക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിലാണ് തീരുമാനം. ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ പഠനം ഓൺലൈനായി നടക്കും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂനമർദ്ദ കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിലാണ് ഈ മുൻകരുതൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.